നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ ഉടലെടുത്ത പൊട്ടിത്തെറിയോടെയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. പുതിയ ഭരണസമിതി തെരഞ്ഞെടുത്ത് ഒരു മാസമാകുമ്പോഴേക്കാണ് ഭരണസമിതി പിരിച്ചുവിടുന്നതും. ഇത് അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്ന് വ്യക്തമാകുന്നതാണ്. സിദ്ദിഖിനെ തെറിപ്പിച്ച ലൈംഗിക ആരോപണം മറ്റു താരങ്ങളുടെ നേർക്കും നീണ്ടതോടെയാണ് സംഘടനയിൽ പ്രതിസന്ധിയായത്. ലൈംഗിക ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായി ഒരു വിഭാഗം ഉയർത്തി. മുകേഷും ബാബുരാജും ജയസൂര്യയും അടക്കമുള്ളവർ മാറണമെന്നായിരുന്നു ആവശ്യം. ജഗദീഷിനെയും പൃഥ്വിരാജിനെയും പോലുള്ളവർ സംഘടനയെയും കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് മോഹൻലാൽ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. മമ്മൂട്ടിയുമായി ആലോചിച്ച ശേഷമാണ് മോഹൻലാൽ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. താൻ രാജിവെക്കുന്നതായി മോഹൻലാൽ തന്നെയാണ് ആദ്യം വ്യക്തമാക്കിയത്. ഈ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇതോടെയാണ് കൂട്ടരാജിക്കും വഴിയൊരുങ്ങിയത്. വനിതകളും യുവതാരങ്ങളും ജഗദീഷിനൊപ്പം ശക്തമായ നിലപാടിൽ ഉറച്ചു നിന്നു. ലൈംഗിക പീഡകർക്ക് അവസരം ഒരുക്കരുതെന്ന നിലപാടിലായിരുന്നു ജഗദീഷ്. രാജിയിൽ നിന്നും മോഹൻലാലിനെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതും വിജയം കണ്ടില്ല. ഇനി 2 മാസത്തിനുള്ളിൽ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോഴെന്തെല്ലാം നടക്കുമെന്നത് നിർണായകമാണ്. നടൻ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ചില കേന്ദ്രീകരണങ്ങൾ നടക്കുന്നുണ്ട്. ബാബുരാജിന്റെ രാജി വൈകുന്നതിൽ ജഗദീഷ് അസ്വസ്ഥനായിരുന്നു. ബാബുരാജ് രാജിവെച്ചില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്ന് ജഗദീഷ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് മോഹൻലാലിന് സമ്മർദ്ദമായി. മമ്മൂട്ടിയോട് പറഞ്ഞ ശേഷം രാജിയിൽ തീരുമാനം എടുക്കുകയും ചെയ്തു. ജഗദീഷിന്റെയും പൃഥ്വിരാജിന്റെയും പരസ്യ നിലപാടുകളാണ് അമ്മയിൽ പ്രതിസന്ധിയായി മാറിയത്. വനിതാ താരങ്ങളും യുവതാരങ്ങളും ജഗദീഷിലേക്ക് കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നത് പ്രവചനാതീതമാണ്. ഔദ്യോഗിക പക്ഷത്തെ തെരഞ്ഞെടുപ്പിൽ വിമതർ തോൽപ്പിക്കുന്നത് 2 ടേമായി അമ്മയിൽ നടക്കുന്നുണ്ട്. അതിനാൽ മോഹൻലാലും മമ്മൂട്ടിയും ഇനി മത്സരിക്കാൻ പോലും തയ്യാറാകില്ല. അങ്ങനെ പുതു നേതൃത്വത്തിലേക്ക് അമ്മ നീങ്ങുകയാണ്. ഇന്നു ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. അമ്മയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥാനമൊഴിയാൻ മോഹൻലാൽ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്നു. പ്രസിഡന്റ് മോഹൻലാലിന് പുറമെ വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തല, ജഗദീഷ്, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്, ട്രഷറർ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരും എക്സിക്യൂട്ടീവിലെ മറ്റംഗങ്ങളുമാണ് രാജിവെച്ചത്. കലാഭവൻ ഷാജോൺ, സുരാജ് വെഞ്ഞാറമൂട്, ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അനന്യ, വിനു മോഹൻ, ടൊവിനോ തോമസ്, സരയു, അൻസിബ, ജോമോൾ എന്നിവരാണ് രാജിവെച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. ഇതിൽ ജോയ് മാത്യുവും ജയൻ ചേർത്തലയും ഔദ്യോഗിക പക്ഷത്തെ അട്ടിമറിച്ച് ജയിച്ചെത്തിയവരാണ്. അവരും മോഹൻലാലിന്റെ രാജി തീരുമാനത്തിനൊപ്പം നിന്നു. രാജിയാണ് ഉചിതമെന്ന ജോയ് മാത്യുവിന്റെ നിലപാടും ഈ തീരുമാനത്തിൽ നിർണായകമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതികരണം വൈകിയതിൽ അമ്മയ്ക്കെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം മോശമായിരുന്നു. WCCയും വിമർശനം നടത്തി. എന്നാൽ പൃഥ്വിരാജ് പരസ്യ പ്രതികരണം നടത്തിയതോടെ ഇനിയും തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് മോഹൻലാൽ തീരുമാനിച്ചു. ഇതാണ് മമ്മൂട്ടിയുമായി പങ്കുവച്ചത്. മമ്മൂട്ടിയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു.